തിരുവനന്തപുരം നഗരസഭയിൽ ഭരണകക്ഷിയായി അധികാരമേറ്റലുടൻ NDA ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. കേരളത്തിൽ മൊത്തത്തിൽ BJP വികസന രേഖ പുറത്തിറക്കിയിട്ടുണ്ട്. എവിടെയൊക്കെ ഭരണം ലഭിക്കുന്നുവോ അവിടങ്ങളിലൊക്കെ ഈ പദ്ധതി പ്രകാരമാകും കാര്യങ്ങൾ നടപ്പാക്കുകയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതുമാണ്. കേരളത്തിൻ്റെ വികസനക്കുറിപ്പിന് തുടക്കമിടാൻ BJP നയിക്കുന്ന NDA 7 വാഗ്ദാനങ്ങളാണ് ഇങ്ങനെ മുന്നോട്ട് വച്ചത്. അവയാകും ആദ്യമായി നടപ്പാക്കുക. ഉറപ്പ്: 1. അധികാരമേറ്റ് 45 ദിവസങ്ങൾക്കുള്ളിൽ അടുത്ത 5 വർഷത്തേക്കുള്ള വികസന രൂപരേഖ പുറത്തിറക്കും. 2. അഴിമതിരഹിതവും സുതാര്യവുമായ ഡിജിറ്റൽ ഭരണം ഉറപ്പാക്കും. 3. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ കോർപ്പറേഷൻ സേവനങ്ങൾ വീട്ടുപടിക്കലേക്ക് എത്തിക്കും. 4. എല്ലാ വർഷവും റിപ്പോർട്ട് കാർഡ് പുറത്തിറക്കും. നേടിയതും നേടാനാകാത്തതുമായ കാര്യങ്ങൾക്കൊപ്പം അടുത്ത 12 മാസത്തെ പദ്ധതികളും അതിലുണ്ടാകും. 5. തദ്ദേശ സ്ഥാപനങ്ങൾ ചിലവഴിക്കുന്ന ഓരോ രൂപയുടെയും കണക്കുകൾ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കും. അവരുടെ നികുതി പണം എങ്ങനെ ഉപയോഗിച്ചെന്ന് വ്യക്തമാക്കും. 6. എല്ലാ വാർഡിലും ഒരു പൊതുസേവാ കേന്ദ്രവും പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും സ്ഥാപിക്കും. 7. ഒടുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ വാഗ്ദാനം: നരേന്ദ്രമോദി സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും 100% നടപ്പാക്കും. അതെ, ഇവയൊക്കെ നടപ്പാക്കാൻ ഭരണപരിജ്ഞാനമുള്ള ഒരു മേയറും ടീമും തന്നെ വേണ്ടിവരും. അവിടെയാണ് കേരളത്തിൻ്റെ DGPയായി വിരമിച്ച R. ശ്രീലേഖ IPSൻ്റെ കഴിവും നേതൃപാടവവും BJPക്ക് തുണയായി വരിക. നഗരസഭയിൽ ശാസ്തമംഗലം വാർഡിൽ തന്നെ ജയിപ്പിച്ച ജനങ്ങൾക്ക് ശ്രീലേഖ IPS നന്ദി രേഖപ്പെടുത്തി കഴിഞ്ഞു. മുമ്പ് ഇതുപോലൊരു ലീഡ് ശാസ്തമംഗലം വാർഡിൽ ആർക്കും കിട്ടിയിട്ടില്ല എന്നാണ് അറിവെന്നും അതിൽ സന്തോഷമുണ്ടെന്നും തന്നെ ജയിപ്പിച്ച ജനങ്ങൾക്ക് നന്ദി എന്നുമാണ് ശ്രീലേഖ പറഞ്ഞത്. പിന്നെ രാഷ്ട്രീയ പോരിനും വിവാദങ്ങൾക്ക് പഞ്ഞമില്ലാത്ത കേരളത്തിൽ തലസ്ഥാനത്തെ വോട്ടർമാരുടെ മുന്നിൽ BJP അവതരിപ്പിച്ചത് ഈ വികസന രേഖയാണ്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ വാഗ്ദാനങ്ങളെ തിരുവനന്തപുരത്തെ വോട്ടർമാർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചെന്ന് വേണം ഫലത്തിൽ നിന്നും വ്യക്തമാക്കാൻ. സ്ഥാനാർത്ഥി നിർണയം മുതലുള്ള കാര്യങ്ങളിൽ കർശനമായ നിലപാട് തന്നെയാണ് BJP തുടക്കം മുതലേ സ്വീകരിച്ചത്. RSS കൂടി ഇടപെട്ടാണ് അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകിയത്. സിറ്റിംഗ് കൗൺസിലർമാർക്കുൾപ്പെടെ സീറ്റ് നൽകിയത് പ്രവർത്തന മികവ് മാത്രം മാനദണ്ഡമാക്കിയാണ്. ഭരണം ലഭിച്ചാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ തലസ്ഥാനത്തേക്ക് എത്തിക്കുമെന്നും വികസന പദ്ധതികൾക്ക് കൂടുതൽ വേഗം കൈവരിക്കുമെന്ന പ്രചരണ തന്ത്രമാണ് ആദ്യം മുതൽ സ്വീകരിച്ച് വിജയിപ്പിച്ചതും. തിരുവനന്തപുരം നഗരസഭയിൽ അഴിമതിരഹിത സുതാര്യ ഭരണം നടപ്പാക്കുക എന്നത് ഒരു ഹിമാലയൻ ദൗത്യമാണ്. നിലവിലെ 90% അഴിമതി ജീവനക്കാരെയും മാറ്റി സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ നിയോഗിക്കേണ്ടി വരും. മൊത്തം സിസ്റ്റം ഉടച്ചു വാർക്കേണ്ടി വരും. 2-3 പതിറ്റാണ്ടുകളായി നഗരത്തെയും നഗരസഭയെയും കട്ട് മുടിച്ചുകൊണ്ടിരിക്കുന്ന, അതിൻ്റെ വീതം കൈനീട്ടി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഇടത് കോൺഗ്രസ് ശാപങ്ങളെ 2 പടിക്കപ്പുറത്തേക്ക് മാറ്റി നിർത്തേണ്ടി വരും. അതിന് സജ്ജമായൊരു ടീം ഇപ്പോൾ തന്നെ നഗരസഭയിൽ NDAക്ക് ലഭിച്ചു കഴിഞ്ഞു. കേരളത്തിലുണ്ടായ 95% വികസനവും സാധ്യമാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ സർക്കാരാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ്. ഇനി നടക്കാൻ പോകുന്നത് കേരളം മൊത്തത്തിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും 100% നടപ്പാക്കും എന്നതാണ്.